നമുക്കാർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ മരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എന്താ മനുഷ്യൻ മരിക്കാൻ കാരണം? മരിച്ച് എവിടേക്ക് പോകുന്നു എന്നൊക്കെയുള്ള ആദ്യ സത്യങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ വിളിച്ചു പറയാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ എന്തെല്ലാം കണ്ടുപിടിക്കാൻ ദൈവം ബുദ്ധി കൊടുത്തു. മനുഷ്യനെ ചന്ദ്രനിൽ എത്ര പ്രാവശ്യം പോയി? കണ്ണ് മാറ്റി വെക്കുന്നു, കരൾ മാറ്റി വെക്കുന്നു, വൃക്ക മാറ്റി വെക്കുന്നു, ഹൃദയം മാറ്റി വെക്കുന്നു, കൃത്രിമ കയ്യ്, കൃത്രിമ കാല്, ഇതൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചു. ഒരു കാലത്ത് നമ്മുടെയൊക്കെ കൈ മൊബൈൽ ഉണ്ടായിരുന്നോ? ഇല്ല. ഇന്ന് മൊബൈൽ ഇല്ലാത്തവരാരേലും ഉണ്ടോ? കള്ളന്റെ കയ്യിലും മന്ത്രിമാരുടെ കയ്യിലും ആക്രി വർക്കുന്നതിന്റെ കയ്യിലും കൂലിപ്പണിക്കാരുടെ കയ്യിലും ബിസിനസ്സുകാരുടെ കയ്യിലും അടുക്കള പണിയുന്ന ചേച്ചിമാരുടെ കയ്യിലും പള്ളിക്കൂടത്തിൽ പോകുന്ന കുട്ടികളുടെ കയ്യിലും ഒക്കെ മൊബൈലുണ്ട്. ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്തിനാ? വളരെ വിദൂരത്തുള്ളവരെ നമുക്ക് നടന്നു പോകുമ്പോ വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിലും നടന്നു പോകുമ്പോഴാണേലും ദൂരെ ആയിരിക്കുന്നവരെ മുഖമായി കണ്ട് സംസാരിക്കത്തക്ക രീതിയിൽ കണ്ടുപിടുത്തം വളർന്നു, ശാസ്ത്രം വളർന്നിരിക്കുന്ന ഒരു കാലം. പക്ഷെ രണ്ട് കാര്യം മനുഷ്യൻ പരാജയന. ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന് മരിക്കാതിരിക്കാനായിട്ട് ഒരു ഇഞ്ചക്ഷനോ ഒരു ഗുളിയോ കണ്ടുപിടിക്കാൻ ഒരു ഡോക്ടർമാർക്കോ ഒരു ശാസ്ത്രജ്ഞന്മാർക്കോ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത് സമാധാനം ഉണ്ടാവുക. എവിടാ സമാധാനം? കുടിലുപോൽ കൊട്ടാരം വരെ സമാധാനമില്ല. ഒന്നല്ലേ മറ്റൊരു തരത്തിൽ കുടുംബ പ്രശ്നം, മദ്യപാനം, രോഗം, ഇഷ്ടംപോലെ പൈസ ഉണ്ടെങ്കിലും നല്ല ആഹാരം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ സമാധാനം? ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എന്നാൽ ഇതിനെല്ലാം മതിയായ ഒരു കർത്താവിനെ കുറിച്ച് പറയാൻ ഞങ്ങളിവിടെ വന്നത്. ഞങ്ങളുടെയൊക്കെ സാക്ഷ്യം പറഞ്ഞാൽ മണിക്കൂറുകൾ പറഞ്ഞാൽ തീരാത്ത അനുഭവം ഉള്ളവരാണ്. ഞാനൊരു കാലത്ത് ഈ കർത്താവിനെ ഇങ്ങനെ പ്രസംഗിക്കുന്നൊക്കെ കേൾക്കുമ്പം അതൊരു മതപ്രസംഗമായിട്ടാണ് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. കാരണം ഞാനൊരു ഹിന്ദുവായിട്ട് ജനിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് എന്റേതായ മതവും ഞാൻ ആരാധിക്കുന്ന ദൈവവും ഒക്കെ ഉണ്ട്. ഇത് ക്രിസ്ത്യാനിയുടെ ദൈവത്തെ കുറിച്ചാണ് പറയുന്നതെന്നൊക്കെ ചിന്തിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം എന്ന് പറയുന്ന ആരാന്ന് അറിയാൻ വയ്യാത്തോണ്ടാണ് ജാതിയും മതവും പറയുന്നത്. നമ്മളെല്ലാം പല അമ്മമാർ നമ്മളെ പ്രസവിച്ചു. 28 പോലും ഇല്ലാതെ വെറും കൈയോടെ ഈ മണ്ണിൽ നമ്മൾ വന്നു. അന്ന് മുതലേ ഈ മൂക്കിനകത്തൂടെ വലിച്ചോണ്ടിരിക്കുന്ന ശ്വാസം തന്നവൻ അവനാ ദൈവം. ജീവന്റെ ഉടമസ്ഥനാണ് ദൈവം. ആ ദൈവത്തെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. യേശു എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ചിന്തിക്കും ക്രിസ്ത്യാനികളുടെ ദൈവം എന്നൊക്കെ ചിന്തിക്കും. അങ്ങനൊന്നും അല്ല. ഇതിന്റെ അർത്ഥങ്ങൾ നമ്മളെ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് അത് മനസ്സിലാകട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ അഖിലാണ്ട ഘടകത്തെ എല്ലാം സൃഷ്ടിച്ച ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ ആർക്കും മറുപടിയില്ലുണ്ടോ? ആർക്കും മറുപടിയില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആണും പെണ്ണും രണ്ട് ജാതിയായിട്ടാണ് സൃഷ്ടിച്ചത്. അവരൊരു മതമായിട്ട് സൃഷ്ടിച്ചില്ല. എന്നാ മനുഷ്യൻ അനേക മതങ്ങൾ ഉണ്ടാക്കി. ഞാനതങ്ങ് വിടുകയാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഞങ്ങൾ ഈ കർത്താവിനെ കുറിച്ച് പറയാൻ കാരണം, കർത്താവ് നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്നു. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. തിരുവനന്തപുരത്തിന് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിലും ഞങ്ങൾ വളരെ ദൂരെ നിന്നൊക്കെ യാത്ര ചെയ്ത് വന്നുകൊണ്ട് അധികം സമയം ഇവിടെ എടുക്കുന്നില്ല. 1-2 വചനഭാഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ അടുത്ത തലത്തേക്ക് കടന്നു പോകും. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഇവിടെ തിരുവനന്തപുരത്തിനകത്ത് ഇങ്ങനൊരു വചനമുണ്ട്. ക്രിസ്തുയേശു ഭാവികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. അപ്പം രക്ഷ വേണം. നമുക്കൊക്കെ രക്ഷപ്പെടുന്ന പറഞ്ഞാൽ ലോട്ടറി അടിച്ച് അയ്യോ അവന് ലക്ഷക്കണക്കിന് അടിച്ചു കേട്ട് ഓടിച്ചേരണം. അവന്റെ രക്ഷ ലോട്ടറിയിൽ ഇരിക്കുക. ചിലര് വിദേശത്ത് പോയി കുറെ പണം ഉണ്ടാക്കി വാഹനം വാങ്ങിച്ചു വസ്തു വാങ്ങിച്ച്
എസ്റ്റേറ്റ് വാങ്ങിച്ചു, അവൻ രക്ഷപ്പെട്ടു. നീ രക്ഷപ്പെട്ടില്ല സഹോദരാ. നിന്റെ മൂക്കിനകത്ത് ജീവൻ തന്നിരിക്കുന്ന ദൈവത്തെ അറിയുന്നതാണ് രക്ഷ. ദൈവത്തിന് സ്വത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ചിലരൊക്കെ ചിന്തിക്കുന്ന കുറെ പൈസ ഒക്കെ കൊടുത്ത് അങ്ങ് രക്ഷപ്പെടാവുന്ന വെറുതെയല്ല കേട്ടോ. ഞങ്ങൾ പറയുന്ന രക്ഷ പാപത്തിൽ നിന്നുള്ള രക്ഷയാ. എന്താണ് പാപം? പാപത്തിന്റെ ഉൽപ്പത്തി എവിടാ? ദൈവത്തിന് സ്വത്രം ഉണ്ടാകട്ടെ. തിരുവചനം പറയുന്നു, റോമർക്കെഴുതിയ ലേഖനം 5:12 അപ്പോസ്തലൻ പറഞ്ഞു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മരിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതല്ല, അവനെ പാപിയായിട്ട് സൃഷ്ടിച്ചതല്ല. നമ്മളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നു, വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നു, അവിടെ നല്ല ഭാവി കാണാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചിട്ട് ഞെക്കിക്കൊല്ലാൻ ജനിപ്പിച്ചതാണോ? അല്ലല്ലോ. അപ്രകാരമെങ്കിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നമ്മളെ കൊല്ലാനായിട്ടല്ല സൃഷ്ടിച്ചത്. പക്ഷേ മരണം മനുഷ്യന് കടന്നു വരാൻ കാര്യം പാപം വന്നു. എന്താണ് ഈ പാപം? ദൈവത്തിന് സ്വത്രം ഉണ്ടാകട്ടെ. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യത്തെ മനുഷ്യൻ, അവരെ ദൈവം സൃഷ്ടിച്ച ആണും പെണ്ണും രണ്ടു ജാതിയായിട്ടാ സൃഷ്ടിച്ചത്. അവരെ ദൈവം ഈ ഭൂമിയിലാക്കി, ഭൂമിയിലുള്ളതെല്ലാം അവർക്ക് കൊടുത്തേച്ച് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഇതെല്ലാം ഭക്ഷിച്ച് നിങ്ങൾ സന്താന കുട്ടിയുള്ളവരായി ഭൂമിയിൽ പെരുകി എന്നെ ആരാധിച്ച് ജീവിക്കണം. പക്ഷെ ഇന്നത് ചെയ്യരുത്, ചെയ്താൽ നീ മരിക്കും. ഒരു അപകട സൂചന കൂടെ അവനോട് പറഞ്ഞിട്ടാണ് ഭൂമിയിലാക്കിയത്. അപ്പൊ ചെയ്യരുത് എന്ന് പറഞ്ഞതിന് ചെയ്തതാണ് മരണത്തിന് കാര്യം. തന്നെയല്ല, ദൈവത്തിന് സ്വന്തം കൽപ്പന ലംഘിച്ചതാണ്. ദൈവം പറഞ്ഞതിന് ചെയ്യാതിരിക്കെ നമ്മള് പാവം, നമ്മള് സ്വന്തം ബുദ്ധിയിലും ഇഷ്ടത്തിലും ചെയ്യുന്നത് ദൈവമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ അല്ല. ദൈവത്തിന് സ്വന്തം ഉണ്ടാകട്ടെ. അപ്പോൾ ആദ്യ മനുഷ്യൻ ദൈവത്തിന്റെ വിരോധിയാകുന്ന പിശാചിന്റെ വാക്ക് കേട്ട് ദൈവത്തിൽ അകന്നുപോയി. അതാണ് പാപം. ദൈവത്തിന് സ്വന്തം ഉണ്ടാകട്ടെ. അപ്പോൾ ഈ പിശാച് എന്നൊക്കെ പറയുമ്പോൾ ചെറുതൊക്കെ ചിന്തിക്കും, ഏണ്ടോ 4 കാലും ഒക്കെ വെച്ച് ഒരു ആനയെക്കാട്ടിൽ ഭീകരമായ ഒരു മൃഗത്തെ പോലെ നാക്കുമൊക്കെ ചാടിച്ച് പല്ലുമൊക്കെ കടിച്ച് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ഭീകര ജന്തുവാണോ പിശാചെന്നൊക്കെ ചിന്തിക്കും. അങ്ങനൊന്നും അല്ല കേട്ടോ. ഈ പിശാചെന്ന് പറഞ്ഞാൽ അവനൊരു ആത്മാവാണ്. മനുഷ്യൻ ആത്മാവുണ്ട്. പിശാചിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന് സ്വത്രം ഉണ്ടാകട്ടെ. അപ്പൊ ഈ പിശാച് എന്ന് പറയുന്ന ആളെ പിശാചായിട്ട് ദൈവം സൃഷ്ടിച്ചില്ല. പിന്നെ പിശാച് എങ്ങനെ ഉണ്ടായി, എങ്ങനെ പാപം വന്നു, അതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്വത്രം. ദൈവത്തെ ആരാധിക്കുന്ന കോടാനുകോടി ദൂതന്മാരുണ്ടായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ദൂതനായിരുന്നു, അവന്റെ പേരാണ് ലൂസിഫർ. അവന് ദൈവത്തിന്റെ തന്നെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നവൻ, ദൈവത്തിന്റെ ആരാധന അവൻ ആഗ്രഹിച്ചു. ദൈവത്തെ ആരാധിക്കുന്ന പോലെ എന്നെയും വല്ലൊരു ആരാധിച്ചിരുന്ന കൊള്ളാമായിരുന്നു. ദൈവത്തോട് പറഞ്ഞില്ല. ദൈവം അവന്റെ വിചാരം മനസ്സിലാക്കി അവനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ ഈ ലോകത്തിൽ വന്ന് ദൈവത്തോട് അടുക്കാതെ മനുഷ്യനാകേണ്ടതിന് അവനെ തള്ളിക്കളഞ്ഞതുപോലെ നമ്മളെയും തള്ളിക്കളയേണ്ടതിന് അവൻ ചില ഉപാധികൾ ഇറക്കി. ചെയ്യരുതേ എന്ന് പറഞ്ഞതിനെ ചെയ്യുവാൻ പ്രേരണ കൊടുത്തു. ദൈവത്തിന് സ്വത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെയാണ് മനുഷ്യനെല്ലാം പാപികളായി മാറാൻ കാരണം. ദൈവത്തിന് സ്വത്രം. അന്ന് മരണം ഭൂമിയിൽ ഉണ്ടാകാനിടയായി. ദൈവത്തിന് സ്വത്രം ഉണ്ടാകട്ടെ. അങ്ങനെ ഇന്നും മനുഷ്യൻ മരണത്തിന് അടിമപ്പെട്ടും കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്വത്രം ഉണ്ടാകട്ടെ. എന്നാൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ ഈ മണ്ണിൽ വന്ന് കുറെ നാൾ ജീവിച്ച് എന്തെങ്കിലുമൊക്കെ നേടിയെടുത്തിട്ട് മരിച്ചു വിടുന്ന് പോകുന്നവരാ നമ്മള്. ഇവിടെ നമ്മൾ ആരും ഒന്നും കൊണ്ടുവന്നില്ല. വെറുങ്കയോടെ വന്ന് വെറുങ്കയോടെ പോകുന്ന എല്ലാവർക്കും അറിയാം. ദൈവത്തിന് സ്വത്രം ഉണ്ടാകട്ടെ. എന്നാ മരണത്തിനപ്പുറം 2 നിത്യതയെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. നിത്യത എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറിയാൽ 70, 80, 90 വയസ്സ് വരെ ജീവിച്ച് അവസാനം
അവസാനിക്കുന്നതല്ല. നിത്യത എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത രണ്ട് സ്ഥലത്തെ കുറിച്ച് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് നിത്യ നരകം, ഒന്ന് നിത്യ സ്വർഗം. അപ്പൊ നിത്യ നരകത്തിൽ പോകാൻ ആർക്കും ആഗ്രഹമില്ല. പക്ഷെ നരകത്തിൽ പോകുന്ന എന്താണെന്നറിയാവോ? നമ്മളിൽ വസിച്ചിരിക്കുന്ന പാപമാണ് അതിന് കാരണം. അതിന് നമ്മുടെ പാപത്തെ നമ്മൾ അറിയണം, പാപത്തെ കാണണം. നമ്മൾ നമ്മുടെ കണ്ണാടിക്കകത്തൂടെ നോക്കി നമ്മുടെ മുഖത്തെ കണ്ട് മേക്കപ്പ് ചെയ്യുന്ന നമ്മുടെ മുഖത്തിലെ കുറ്റങ്ങളൊക്കെ കണ്ണാടിക്കൂടെ നോക്കി കണ്ടുപിടിക്കുന്ന പോലെ നമ്മുടെ ഹൃദയത്തിനകത്ത് മറിഞ്ഞിരിക്കുന്ന പാപത്തെ കണ്ടുപിടിക്കുന്ന ഒരു കണ്ണാടിയാണ് വിശുദ്ധ ബൈബിൾ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പാവം നമ്മളെ വേട്ടയാടുകയാണ്. നമുക്കെല്ലാം നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. കഴിയാത്ത എന്നാന്ന് ചോദിച്ചാൽ നമ്മളെ പാവം നടത്തുക. പാവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യ മനുഷ്യൻ ചെയ്ത പാവം അവിടെ രക്തത്തിലാണ് നമ്മൾ ഉണ്ടായത്. ഈ രക്തത്തിനകത്താണ് ജീവൻ കിടക്കുന്നത്. നമ്മൾ വായിക്കും, വണ്ടി ഇടിച്ച് വഴി കിടന്ന് രക്തം പാർന്ന് മരിച്ചു, ഞരമ്പ് മുറിച്ച് രക്തം പോയി മരിച്ചു. ഈ രക്തത്തിനകത്താണ് സഹോദരങ്ങളെ പാവം കിടക്കുന്നത്. അതാണ് ജന്മപാവം എന്ന് പറയുന്നത്. ഈ പാവത്തെ മാറ്റാനായിട്ട് നമ്മൾ പുറമെ ചെടിയെല്ലാം കഴുകിക്കളഞ്ഞ് മതം മാറി ശങ്കരനെ വർക്കിന്ന് പേരിട്ടെന്ന് വെച്ചു. ശങ്കരൻ വർക്കി ആയതുകൊണ്ട് എന്നാ ഗുണം? ശങ്കരനെക്കാളിൽ അനുബന്ധിച്ച് അവനെ വർക്കി. വേണമെങ്കിൽ ഒരു മുസ്ലിം ആകാം, മതം മാറിയാ പോരെ. ഇബ്രാഹിമിന് പേരിടാം, നല്ലതാ. ദൈവത്തിന് സ്വന്തം വേണേ ഒരു സരോജിനി, വേണേ ഏലിക്കുട്ടിന്നോ അന്നക്കുട്ടിന്നൊക്കെ നമുക്ക് പേരിടാൻ കഴിയും. മതം മാറിയാ മതി. പക്ഷേ നമ്മുടെ രക്തത്തിനകത്ത് കിടക്കുന്ന പാപത്തിന് മതം മാറിയ പരിഹാരമുണ്ടോ? നിങ്ങളുടെ പറമ്പിൽ നിൽക്കുന്ന ചൊറിയണം പറിച്ച് കുവൈറ്റിൽ വെച്ചാലും ഇംഗ്ലണ്ടിൽ വെച്ചാലും ഡൽഹി കൊണ്ടുവച്ചാലും അമേരിക്ക കൊണ്ടുവച്ചാലും ചൊറിയണം തന്നെ, മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് ഇത് മതം മാറ്റമല്ല, മനമാറ്റത്തെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. തിരുവചനം ഇങ്ങനെ പറയുന്നു, സത്യം അറിയുകയും സത്യം നിങ്ങൾ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൊ സത്യമാണ് നമ്മൾ അറിയേണ്ടത്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തില് ഈ പാവത്തെ പച്ചവെള്ളം പോലെ കുടിച്ചും കൊണ്ട് പുറമെ മതഭക്തരാണെന്ന് പറഞ്ഞ് ജീവിച്ച് ചെന്ന് വീഴുന്ന സ്ഥലമാണ് നരകം. അപ്പൊ ആ നരകത്തിനകത്ത് വീണാ രക്ഷപ്പെടാൻ ഒക്കെയല്ല, വീഴുന്നതിന് മുമ്പേ രക്ഷപ്പെടാനുള്ള വഴിയാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടുത്തെ ജയിലിലൊക്കെ കിടന്നാൽ വളരെ നാൾ കിടക്കാം, 12 വർഷമോ ജീവപര്യന്തമൊക്കെ കിടക്കാം. വേറെ പറവളിലൊക്കെ ഇറങ്ങി പോരാം. അതൊക്കെ കുറെ കൂടെ ആരോഗ്യം വെച്ച് അടുത്ത കുറ്റം ചെയ്യാനുള്ള തയ്യാറോടുകൂടി കടന്നു വരാൻ പറ്റും. പക്ഷേ ഈ ലോകം മുഴുവനും ഭരിക്കുന്ന രാജാവാണേലും ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് വിട്ടുപോകാൻ പറ്റുകയില്ല. അവിടെ ന്യായവിധി ഉണ്ടാകും. അപ്പൊ ന്യായം വിധിച്ച് തള്ളപ്പെടാതിരിക്കേണ്ടതിനാണ് ഞങ്ങള് ഈ രക്ഷയെ കുറിച്ച് പറയുന്നത്. രക്ഷപ്പെട്ടില്ലെങ്കിൽ ശിക്ഷ ശരിയാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ഇവിടെ വന്നത് നമ്മുടെ പാപത്തെ വിടുവിക്കുവാനാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഇവിടെ തിരുവചനത്തിൽ ഇങ്ങനെ സങ്കീർത്തന പുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തില് ദാവീദ് എന്ന് പറയുന്ന രാജാവ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അകൃത്യത്തിൽ ഞാൻ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഞാൻ ഭാവിയായി ജനിക്കാൻ എന്റെ അമ്മയച്ഛനുമാണ് കാരണം അവരുടെ രക്തത്തിലാണ് ഞാൻ ഉണ്ടായത്. അതുകൊണ്ട് ഞാനും ഭാവിയാണ്. അപ്പൊ ഈ പാവത്തെ നമ്മൾ തിരിച്ചറിയാതെ പാവത്തെ പച്ചവെള്ളം പോലെ കുടിച്ചും കൊണ്ട് പുറമെ മതമുക്തി രാണ്ടുപോണ്ട് ഈ ലോകത്തിലെ ആഡംബരത്തോടെ ജീവിച്ച് ചെന്ന് വീഴുന്ന സ്ഥലം നരകം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ആ നരകത്തിനകത്ത് പോയി വീഴാതിരിക്കാൻ രക്ഷ ആവശ്യമാണ്. എങ്ങനെയാ രക്ഷ പ്രാപിക്കുന്നത്? നമ്മുടെ പാപത്തിന് പരിഹാരം ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഭാവിക്ക് ഒരു ഭാവിയെ രക്ഷിക്കാൻ കഴിയുമോ? കഴിയല. കൂടനെ വഴി കാണിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. ദൈവത്തിന് സ്തോത്രം. അപ്പോ ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ലോകത്തിലെല്ലാം ഭാവികളായി മാറിയെങ്കിൽ ഒരു ഭാവിക്ക് ഒരു ഭാവിയെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? ചിലരൊക്കെ ചിന്തിക്കുന്ന മരിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ആഢ്യാത്തങ്ങളോ കുദാശകളോ ജപങ്ങളോ ഒക്കെ നടത്തിയാൽ ആത്മാവിന് മോശം. ചുമ്മാ വെറും മണ്ടത്തേവാണ്. ദൈവം കുറെ കാശുകളാണെന്നുള്ളു കേട്ടോ. ഞാൻ പറയാൻ ചോദിക്കട്ടെ, നമ്മളൊരു വാഴ വെച്ചേച്ച് കൊല വെട്ടിയെടുത്തേച്ച് പിണ്ടിക്ക് വളവിടുന്ന ആരെങ്കിലും ലോകത്തിലുണ്ടോ? അവന്റെ പേര് നമ്മൾ പറയും തലയ്ക്ക് സ്ഥിരമില്ലാത്തവൻ. അവനവൻ ശരീരം
ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടവരെ നാം എല്ലാം ഒരിക്കൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. അവനവൻ ശരീരത്തിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിന്റെ ബലം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ആരോഗ്യം കൊണ്ടോ നമ്മുടെ സൗന്ദര്യം കൊണ്ടോ നമ്മുടെ ജനം കൊണ്ടോ നമ്മുടെ മതത്തിന്റെ ചേട്ടത് കൊണ്ടൊന്നും അല്ലെന്ന് ഈ ശരീരത്തിനകത്ത് ജീവൻ ഇരിക്കുന്നത് ദൈവത്തിന്റെ ദാനമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 10 രൂപ കൊടുത്തിട്ടല്ലല്ലോ ഈ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവത്തിന്റെ ദാനമല്ലേ. നമുക്ക് ഇച്ചിരി ഓക്സിജൻ വേണമെങ്കിൽ ആശുപത്രിയിൽ എത്ര രൂപ കെട്ടിവെക്കണം, വെക്കണ്ടേ? ഇത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നപ്പോ മുതല് ഇങ്ങനെ സൗജന്യമായി ശ്വസിച്ചുകൊണ്ടിരിക്കുക. പണി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും കിടക്കുമ്പോഴും മദ്യശാപി കയറുമ്പോഴും എല്ലാം ഈ മൂക്കിൽ കൂടെ വലിച്ചുകൊണ്ട് ഇരിക്കുന്ന ശ്വാസം അത് പോയാ പോയി. അതിന്റെ ഉടമസ്ഥനാണ് ദൈവം. ദൈവത്തിന് സ്വന്തം ഉണ്ടാകട്ടെ. അവൻ മനുഷ്യരായി ഭൂമി വന്നു എന്തിനു വേണ്ടി? ഞാനും നിങ്ങളും മരിച്ച നിത്യ നരകത്തിൽ ചെന്ന് വീഴാതിരിക്കുവാൻ, നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവത്തിന് സ്വന്തം ദൈവം മനുഷ്യനായി ഭൂമി വന്നു നമുക്ക് വേണ്ടി മരിക്കാനിടയായി തീർന്നു. ദൈവത്തിന് സ്വന്തം ഉണ്ടാകട്ടെ. ഞാനും നിങ്ങളും ചെയ്ത പാപങ്ങൾ നമ്മുടെ ശരീരത്തെ ശിക്ഷിക്കേണ്ട സ്ഥാനത്തെ, നമ്മളെ തടവിലാക്കേണ്ട സ്ഥാനത്തെ നമ്മളെ ശിക്ഷിക്കാതെ തടവിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തിന് സ്വന്തം ദൈവം അയച്ച ദൈവത്തിന്റെ പദ്ധതിയാണ് തന്റെ പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയക്കുക. ദൈവത്തിന് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് വായിക്കുന്ന ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് എന്റെയും നിങ്ങളുടെയും പാപമാകുന്ന ശിക്ഷകളേറ്റ് ദൈവത്തിന് സ്തോത്രം മരിച്ചു. എല്ലാരെയും അടക്കുന്നവൻ അടക്കി, പക്ഷെങ്കിൽ അടക്കിക്കഴിഞ്ഞ് മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അവൻ ഉയർത്തെഴുന്നേറ്റു. അവന്റെ സംഖ്യയാണ് 2024. നമ്മുടെ ലൈസൻസ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്കി പൈസ എല്ലാം ഈ ഡേറ്റിനോട് മരണം ജനനം കുഞ്ഞുങ്ങളെ പള്ളിക്കുടത്തിലാക്കിയതല്ല ഈ സംഖ്യയോട് ചേർന്ന 2024 ഇന്ന മാസം ഇത്രാം തീയതി അല്ലേ? ഇത് ക്രിസ്തു വർഷം ഇംഗ്ലീഷ് മാസമാണ്. അപ്പോൾ അങ്ങനെ ഒരാള് ലോകത്തിൽ വന്നെന്നും ഭാവികൾക്ക് വേണ്ടി മരിച്ചെന്നും ഒക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഇനി അദ്ദേഹം മടങ്ങി വരാൻ പോവുക. ഇന്നലെ മരിച്ചവരാരും ഇന്ന് മടങ്ങി വരാന്ന് പറഞ്ഞില്ല. കർത്താവ് മടങ്ങി വരാൻ പോവുകയാണ്. അതിന്റെ ലക്ഷങ്ങളാണ് ലോകത്തിൽ നടക്കുന്ന ഈ സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. കർത്താവ് ഇനിയിപ്പോ വരുന്നത് ഭാവികളെ രക്ഷിക്കാനല്ല, പിന്നെയോ തന്നെ വിശ്വസിച്ച് തന്നെ അനുസരിച്ച് മരിച്ച വിശുദ്ധന്മാരെ അവന്റെ ശബ്ദം കേൾക്കുമ്പോ ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും കേട്ടോ. അപ്പൊ സ്വർഗം കൊണ്ട് കള്ളത്തരമൊന്നുമല്ല കേട്ടോ. ഇറങ്ങി വരുമ്പോൾ കാഹളം കേൾക്കും. അതിൽ തന്റെ വിശുദ്ധന്മാർക്ക് മാത്രമേ കേൾക്കാനൊക്കെയുള്ളൂ. ജീവനോട് ഇരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെടും. അതിനുശേഷം രൂപാന്തരം പ്രാപിക്കാത്തവരും കാഹളം കേൾക്കാത്തവരും കർത്താവിനെ തള്ളിക്കളഞ്ഞവരും ഒക്കെ ധാരാളം ഇവിടെ കാണും. അവർക്കൊക്കെ വലിയൊരു ശിക്ഷാവധി ഉണ്ടാകാൻ പോവുകയാണ്. ദൈവത്തിന് സ്വന്തം മലാക്കി പറഞ്ഞു ചൂട പോലെ കത്തുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. പത്രോസ് പറഞ്ഞു ഭൂമി മൂലപദാർത്ഥം എന്തരിയും ഇതെല്ലാം നശിക്കാൻ പോവുകയാണ്. ലോകം ഒരടിയിലേക്ക് കലാശിക്കാൻ പോയി. ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാം അറിയാം. എത്രയോ യുദ്ധങ്ങൾ നടന്നു. ദൈവത്തിന് സ്വന്തം ഇനി ഒരു മഹാലോക യുദ്ധം ഉണ്ടാകും. ഭയങ്കരമായ യുദ്ധത്തിന്റെ ആരംഭത്തിലേക്ക് വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്വന്തം ഇതെല്ലാം ഈ രാസങ്ങളെല്ലാം കൂടെ കത്തിക്കഴിയുമ്പോ ഭൂമി തീകോളം കൊണ്ട് നിറയപ്പെടും. അതുകൊണ്ട് മലാക്കി പറഞ്ഞ ചൂട പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. ദൈവത്തിന് സ്വന്തം സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും കേട്ടോ. അഹങ്കാരികളെ ദുഷ്പ്രവർത്തിക്കാര് അവർക്ക് വേണ്ടിയാണ് ഈ ശിക്ഷ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സമയമുണ്ട്. എന്തെടുക്കണം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടാതിരിക്കും. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. കർത്താവ് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുമ്പോൾ നിങ്ങൾ ചേർക്കപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ തള്ളപ്പെട്ടു പോകും. അതിന് സമയം നമ്മൾ കാത്തിരിക്കരുത്. അത് രക്ഷപ്പെടാൻ ഇപ്പോഴാണ് സമയം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, ബസ് കാത്തു നിന്ന് ബസ് കിട്ടിയില്ലെങ്കിൽ അടുത്ത ബസ് വേണമെങ്കിൽ ആ സമയത്ത് വരുമ്പോൾ അത് കയറി പോകാം. ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ ട്രെയിനിന്റെ സമയത്ത് വേറെ ട്രെയിനെ കയറി നമുക്ക് പോകാം. ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ അടുത്ത സമയം വരെ കാത്തു നിന്ന് ട്രെയിനെ കയറി നമുക്ക് പോകാം. പക്ഷേ മരണം വരുമ്പോൾ, കർത്താവ് വരുമ്പോൾ ദൈവത്തിന് സ്വന്തം നിനക്ക് രക്ഷപ്പെടാൻ ഇന്ന സമയമില്ല.
മരണം നമ്മളെ പിടിക്കുന്നതിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിനുള്ള പാപമോചനം പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങൾ ആരും ഇത് കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് പറയാതിരിക്കേണ്ട ദൈവം സ്നേഹവാനായതുകൊണ്ടാണ് ഈ തെരുക്കോടുകളിലും ഈ കടവാതുക്കളൊക്കെ വന്ന് ഞങ്ങളെ വിളിച്ചു പറയുന്നത്. ദൈവത്തിന് സ്വന്തം ഉണ്ടാകട്ടെ. തിരുവനന്തപുരം ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് സ്വന്തം ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. ന്യായവിധി ഒന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ട് എന്താ വെളിച്ചം? സത്യ വെളിച്ചമാകുന്ന യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്നിട്ടും ആ യേശുവിനെ വിശ്വസിക്കാതെ അംഗീകരിക്കാതെ ജീവിക്കുന്നവർക്കാണ് ശിക്ഷാവിധി. ന്യായവിധി ഒന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ച് തന്നെ വേദപുസ്തകത്തിൽ